body corner അതോടൊപ്പം തന്നെ ഹിപ്നോട്ടിക് ബിസിനസ് ട്രാക്കർ സിസ്റ്റം യൂസ് ചെയ്ത 1.7 lakhs in 3 months. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹോൾ ഓഫ് ഫെയിമിന്റെ മറ്റൊരു ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എറണാകുളത്ത് നിന്നും ഒരു ബ്യൂട്ടി കോർണർ ആണ്. ഈ ഒരു ഏജിലും ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിക്കുന്ന പല ആൾക്കാർക്കും അത് സാധ്യമാണ് എന്ന് പറയാനുള്ള ആൻസർ ആണ് ആക്ച്വലി ഷീബ എസ്.എൻ. കഴിഞ്ഞ 3 മാസം കൊണ്ട് 1.7 lakh ആണ് ഓൺലൈൻ ബ്യൂട്ടിക് ബിസിനസ് കൊണ്ട് നേടിയിരിക്കുന്നത്. അപ്പോൾ വെൽക്കം മാം. താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഞാൻ ഓൾറെഡി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും അറിയാം. നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ആരാണ്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. ഞാന് ഷീബ, എറണാകുളത്തിനടുത്ത് തൃപ്പൂണിത്തുറയിലാണ് താമസം. ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, ഒരു ബിസിനസ് എന്നുള്ളത്. കാരണം വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒരു പാഷൻ എന്ന രീതിയിലാണ് തുടങ്ങിയത്. അപ്പൊ ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് വെറുതെ എനിക്ക് ഇഷ്ടപ്പെട്ട സാരീസ്, ഡ്രസ്സസ് ഒക്കെ അങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ തോതിൽ നിന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലേ ഇത് സെയിൽ ആകുള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അങ്ങോട്ട് തുടക്കം ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, പക്ഷെ ചെറിയ രീതിയിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചൊരു സംഭവമാണിത്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ FHOF അവാർഡ് വാങ്ങുന്ന ലെവലിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഓൺലൈൻ ആണല്ലേ? ഓൺലൈൻ സ്റ്റോർ ആണല്ലേ? അല്ല, ഓൺലൈൻ അല്ല. ഞാൻ ഓൺലൈനിലാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് എനിക്കൊരു ഷോപ്പ് തുടങ്ങാനുള്ള ഒരു ചാൻസ് കിട്ടി. അത് എറണാകുളത്ത് പാലാരിവട്ടം, അത് നല്ലൊരു പെർമനന്റ് പ്ലേസ് ആണ്. പാലാരിവട്ടത്ത് എനിക്കൊരു ഷോപ്പ് ഓപ്പൺ ആക്കാനുള്ള ഒരു ചാൻസ് വന്നപ്പം പിന്നെ ഞാനത് അതിലേക്ക് അങ്ങ് മാറി. അപ്പൊ ഷോപ്പും ഉണ്ട്, പിന്നെ ഓൺലൈനും എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ നോക്കുന്നത്. ഷോപ്പിലും ഉണ്ട്, അത് ഓൺലൈനും ആക്കാൻ. ഓക്കെ. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് അറിഞ്ഞത്? എത്ര നാളായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്? അപ്പൊ ഇത് ഞാനിങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കിന് എല്ലാവരും എനിക്ക് ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വെറുതെ ഇരുന്ന സെയിൽ ആവില്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, അല്ലാണ്ട് ഇത് പോകില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ഒക്കെ സമീപിച്ചു. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അവരുമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ എനിക്ക് അവര് പറയുന്ന ഫീസൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അത് വെച്ചപ്പോ ഞാൻ ഇങ്ങനെ ഇത് എന്ത് ചെയ്യും. ഞാൻ ബിസിനസ്സിന് തുടക്കത്തിലുമാണ്. അപ്പൊ എനിക്ക് അവർക്ക് അത്രയും പേ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുമാണ്. അങ്ങനെ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചത് എങ്ങനെ ഇതൊന്ന് പഠിച്ചെടുക്കണമല്ലോ. അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു FB ആഡാണ് ഞാൻ കാണുന്നത്, വിപിൻ സാറിന്റെ. അപ്പൊ വിപിൻ സാറിന്റെ ഒരു FB ആഡ് ഫ്രീ വെബിനാർ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, വിപിൻ സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു മുഖം കാണുന്നത് തന്നെ അന്ന് FB ആഡില്. അപ്പൊ ഞാൻ എന്തായാലും അതൊന്ന് ആലോചിച്ച് ഞാനത് ക്ലിക്ക് ചെയ്തു, അതില് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു 4,999 3 days വെബിനാർ ആയിരുന്നു. അതിന് 4,999 ഞാൻ സിൽവർ മെമ്പറായി കഴിഞ്ഞ ഒക്ടോബർ 2024. സിൽവർ മെമ്പർ ആയി കഴിഞ്ഞ് പിന്നെ സിൽവർ ക്ലാസ് ഒക്കെ ഞാൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് November 10th വന്നു, ഓബൈ താമരയിൽ കഴിഞ്ഞ ലാസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു സ്പോട്ട് ഓഫർ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം എനിക്കൊന്നും അറിഞ്ഞൂടെ. ഞാൻ സിൽവർ മെമ്പർ ആയിട്ട് തന്നെ ഏകദേശം ഒരു 2-3 ആഴ്ച ആയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് കണ്ടു കളയാം, എന്താണ് അവിടെ നടക്കണമെന്നൊന്ന് അറിയാം. ഈ കമ്മ്യൂണിറ്റീസിനെ എനിക്ക് അറിഞ്ഞുകൂടല്ലോ, ഞാൻ ആദ്യമായിട്ടാണല്ലോ കമ്മ്യൂണിറ്റി തന്നെ അറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ വന്നു, റീഗെയിൻ വന്നു. റീഗെയിന് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെ സാധാരണ കമ്മ്യൂണിറ്റി അല്ലാന്നും. അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഡയമണ്ട് ആവണം എന്നാലേ ഉള്ളൂ എന്നൊക്കെയുള്ള ചില ഡയമണ്ട് മെമ്പേഴ്സുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നു. CG മാഡം ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചു അവിടെ വെച്ചിട്ട്. CG അജീവ് സെയിം ബിസിനസ് ആണല്ലോ. അന്ന് സ്പീച്ച് ഉണ്ടായിരുന്നു സിനിമ ഉണ്ടായിരുന്നു. ആ സ്പീച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. കാരണം അവർക്കൊക്കെ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറ്റൂല എന്നുള്ള ഒരു ഫീല് വന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ബ്ലാക്ക് ഫ്രൈഡേയിൽ ഡയമണ്ട് മെമ്പറായി. അതായത് ഒക്ടോബറിൽ കയറി, നവംബർ അവസാനം ഞാൻ ഡയമണ്ട് മെമ്പർ. ഓക്കെ.
അപ്പം ഡയറക്റ്റ് പ്രോഗ്രാം ആണ് ആക്ച്വലി ട്രാൻസ്ഫോം ചെയ്തത് അല്ലേ? അതെ ഒരു അതെ, കറക്റ്റ് റിസൾട്ട് കറക്റ്റ്, എടുക്കാനും. അത് തന്നെ. ഓക്കെ. അപ്പം ശരിക്കും ഈ ഒരു നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പിലേക്കൊക്കെ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു? എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്? ഒന്നാമത് ഇങ്ങനെ ഒരു ഒന്നാമത് ഈ ഒരു ഏജ് ഒക്കെ ആവുമ്പോ നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് പോകാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഉം, ഉം. കാരണം അത്രയും നാളും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളെ പറഞ്ഞു വിടുന്ന ആ ഒരു തന്നെ ശിഷ്ടകാലം സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആശംസിച്ചു വിടുന്നത് തന്നെ. അത് ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരാളോടും പറയില്ല. പക്ഷെ നമുക്ക് ആശംസ തരുന്നതൊക്കെ അങ്ങനെയൊക്കെയായി. ഉം, അപ്പൊ ഈ ഉം. ശിഷ്ടകാലം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ഫീൽ. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യണോന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നിന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഉം, അല്ലെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ഒരു കംഫർട്ട് സോണിലേക്ക് അങ്ങ് പോകും. ഉം, അപ്പൊ ഉം. അത് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എങ്ങും എത്തൂല. ഉം, ഉം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പൊ അതിന് ഏറ്റവും പറ്റിയ കമ്മ്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ഈ ജയനെ തോന്നിയത്. കാരണം ഭയങ്കര ഫോളോ അപ്പ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ട് തോന്നിയത്. ഉം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അത് ചെയ്യിച്ചപ്പോ അതായത് എനിക്കിങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അടുത്ത വിളി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് നമുക്ക് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ആവും. അപ്പൊ ആ ഉം. രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. കാരണം നമ്മളെ ആ ഒരു സോണിയം തന്നെ നമ്മളെ പുറത്തോട്ട് ഇറക്കുകയാണ്. നമ്മളൊരു ആക്ഷൻ ടേക്കൺ മോഡിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഓക്കെ. അതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ വിപിൻ സാറിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? സാറിനെ പറ്റി പറയാനായിട്ട് വാക്കുകളില്ല കേട്ടോ. കാരണം സാറിന്റെ ക്ലാസ്, ഡയമണ്ട് ക്ലാസ് ഒക്കെ രാത്രി 12 1 മണി വരെയാണ്. അപ്പൊ ഞാന് അതിലൊക്കെ ഇരുന്ന് 8:30ക്കാണല്ലോ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉം, ഉം. ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് ഒരാളെ ഇരുത്താൻ പറ്റുന്നത്? ഞാൻ എന്റെ കരിയറിന്റെ ആദ്യ 5 കൊല്ലം ലെക്ചറായിരുന്നു. ഉം. അപ്പൊ ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ 1 മണിക്കൂർ നമ്മളൊരു കുട്ടികളെ ഇരുത്താനുള്ള ബുദ്ധിമുട്ട് അന്ന് എനിക്കറിയാം. 1 മണിക്കൂറായിരിക്കുമല്ലോ ഒരവരുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 മണിക്കൂറായിരിക്കും. ആ 1 മണിക്കൂർ ഇവരെ ഒന്ന് ഇരുത്തുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ ഈ 4 5 മണിക്കൂർ ഒരു പണിയും കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളുകളെയാണ്. പകല് പണിയെടുത്തിട്ട് വന്നിരിക്കുന്നവരായിരിക്കും ഈ പറയുന്ന എല്ലാവരും ബിസിനസ്സുകാരാണ്. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ ആരും ആരും വിട്ടുപോണില്ലല്ലോ. തുടക്കമുള്ള അത്രയും ആളുകളും അവസാനം വരെ ഇരിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എന്താ പറയുന്ന വളരെ അത്ഭുതത്തോടു കൂടിയാണ് സാറിനെ ആ ക്ലാസ് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് നോക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് ഓരോ സാറ് പറയുമ്പം സാർ അതിന്റെ പ്രൂഫാണ്. പറയുന്ന കാര്യങ്ങളുടെ ഒരു പ്രൂഫാണ് സാർ. അതെ. അതാണ് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത്. കാരണം വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുമല്ലോ. തിയറി പറയാൻ നമുക്കെല്ലാം അറിയാം. അതെ. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ഒരുപാട് തിയറി. അപ്പൊ തിയറി ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞു പോകാനായിട്ട് വളരെ എളുപ്പം. MBA-ക്കൊക്കെ പഠിപ്പിക്കുന്ന തിയറിയാണ്. ഉം, ഉം, ഉം. ബിസിനസ് പഠിപ്പിക്കുന്ന അവിടെയൊക്കെയാണ്, MBA ഒക്കെയാണ്. അപ്പൊ അതെ. MBA-ലൊക്കെ തിയറി പഠിപ്പിച്ചു പോകാൻ എളുപ്പമാണ്. പക്ഷെ അതിന്റെ ഒരു ഉം. പ്രാക്ടിക്കൽ സൈഡിൽ ഇതാണ്, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അതിനൊരു പ്രൂഡ് ആയിട്ടുള്ള ഒരാൾ വേണം. അതെ. അല്ലാണ്ട് വെറുതെ ഒരാൾ വന്നതെന്ന് പറഞ്ഞാല് നമ്മൾ മലയാളികൾ ആരും വിശ്വസിക്കില്ലേ. മലയാളിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. നിങ്ങൾ അത് കാണിക്കുക എന്നിട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അത് സാറ് പ്രൂവ് ചെയ്തിട്ടാണ് സാറ് കാണിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് ഒരു അട്രാക്ഷനായിട്ട് തോന്നിയത്. ഓക്കെ. സാറിന്റെ ആ വേ ഓഫ് ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഹാർട്ടിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതെ. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എന്ത് ഒരു 5 അച്ചീവ്മെന്റ് പറയാൻ പറഞ്ഞ എന്ത് പറയും? 5 അച്ചീവ്മെന്റ് എനിക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും റിപ്ലൈ? ഒന്നാമത്തെ കാര്യം എന്റെ മൈൻഡ് സെറ്റ് മാറും. ഞാനൊരു 56 വയസ്സിൽ റിട്ടയർ ചെയ്ത ഒരാളാണ്. 56 വയസ്സിലെ മൈൻഡ് സെറ്റ് അല്ല ഇന്നിപ്പോ എന്റെ. ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. കാരണം നമ്മൾ ഒരു കാര്യം കാണുന്ന ഒരു രീതി, അതിന്റെ പെർസെപ്ഷൻ തന്നെ മാറ്റിക്കളയും. ഉം. അപ്പൊ അതില് ഒരുപാട് മൈൻഡ് ബ്ലൂ പ്രിന്റ്സ് എനിക്കുണ്ടായിരുന്നു. ഉം. അതെനിക്ക് ഇതിനെ അറിഞ്ഞുകൂടായിരുന്നു. അതൊക്കെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഉം. അപ്പൊ അതെല്ലാം മറികടക്കാൻ സാധിച്ചു. ഉം. അതൊക്കെ സാറിന്റെ ഇപ്പൊ ഏത് വാക്കുകളിൽ നിന്നാണ് എനിക്ക് അങ്ങനെ മാറിയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും സാറിന്റെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരു ഫീൽ എനിക്ക് വരികയും അതൊക്കെ മാറാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ അത് ഒരു വലിയ കാര്യമാണ്. കാരണം എനിക്ക് ഒരു നിമിഷം പോലും ഇങ്ങനെ
ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലുണ്ട്. ഉം. അപ്പൊ എപ്പോഴും എന്തെങ്കിലും അതിലേക്ക് അടുത്ത നിമിഷം എന്താണ് എനിക്ക് ആ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് തന്നെ പോവുക. ഉം. ഉം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വന്നു. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ബിസിനസ്, ഇപ്പൊ ഇവിടെ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ഞാൻ പണ്ടേ കൂട്ടിക്കെട്ടിയത്. കാരണം അത് ഉറപ്പാണ്. കാരണം എനിക്ക് വെറുതെ കാശ് മുടങ്ങി എന്റെ കാശും കളയേണ്ട ആവശ്യമില്ല, ഞാൻ വെറുതെ ഇരുന്നാൽ പോരെ എന്ന് ചിന്ത വരുമായിരുന്നു. ഉം. ഇപ്പൊ പക്ഷെ അതല്ല, എന്നെ ഒരുപാട് ഇങ്ങനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ഉം. കാരണം എന്റെ മനസ്സിലൊന്നും ഒരു 1 crore എന്നുള്ള ഒരു സ്വപ്നമൊന്നും ഒരു കാലത്തും വരില്ല. പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ November 10th ഞാൻ വന്നപ്പോ ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. ഉം. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ 2 ലെവലുണ്ട്. ഉം. ഒന്ന് ഏറ്റവും പുറകിലിരിക്കുന്ന ഇതും, ഒന്ന് ഉം. ഫ്രണ്ടിലിരിക്കുന്നവരും. ഉം. അപ്പൊ ഉം. അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചു വിചാരിച്ചതാണ്, നെക്സ്റ്റ് അടുത്ത തവണ ഞാനും വരുമ്പോ വേറെ ഞാൻ വരും. എന്തായാലും ഫ്രണ്ടിൽ പോകും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. സൂപ്പർ സൂപ്പർ. അതിപ്പം സാധിച്ചു. ജോബിലെത്തി സാധിച്ചു. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ഇനിയിപ്പോ അടുത്ത 1 crore ആണ് പറഞ്ഞിരിക്കുന്നത്, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെ. അതിനോടുള്ള ഒരു പ്രയാണത്തിലാണ് ഞാൻ. കാരണം എനിക്ക് പ്രോഡക്റ്റും വേണം, സാർ ഉം. പറഞ്ഞ പോലെ ഹൈ ടിക്കറ്റ് സാധനവും കൂടെ വേണം, എന്നാലേ എനിക്കൊരു 1 crore എത്താൻ പറ്റുള്ളൂ. മറ്റ് ഉം. ബിസിനസ് പോലെയല്ലല്ലോ. അതെ അതെ. അപ്പൊ അതിന്റെ ഒരു റിസർച്ചിലാണ് ഞാൻ. ഓക്കെ, സൂപ്പർ. അതെനിക്കിഷ്ടമാണ്. കാര്യം കുറേ ആൾക്കാർ, ബാക്കിലിരിക്കുന്ന ആൾക്കാർ ഇത്തവണ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷം, ആക്ഷൻ എടുത്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ തന്നെ പറഞ്ഞു, ഈ ഒരു ബിസിനസ് ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനത് നിർത്തേണ്ടി വന്നേനെ എന്ന് പറഞ്ഞു. അപ്പം അതിക്ക് ടെക്നിക്കൽ നോളജ് കുറവാണ്. ഒരുപാട് ആൾക്കാർ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ, ഈ ഒരു ഏജിൽ ഇനി ഞാനിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ള 3 ടിപ്പ് എന്തൊക്കെയാണ്? എന്താണ് ശരിക്കും മാമിനെ ചേഞ്ച് ചെയ്തത്? എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ലൈഫേ ഉള്ളൂ. ആ ലൈഫ് നമ്മള് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ജീവിച്ച് തീർക്കാൻ നോക്കണം. ഉം. അല്ലാണ്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ സമയം കളഞ്ഞ് പോരുത്. അതെനിക്ക് പണ്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അത് ഇപ്പോഴും ഞാൻ പറയുകയാണ്. വെറുതെ ഇരുന്ന് ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഉം. അങ്ങനെ ഒരു ഉം. ജോലിയില്ല. അതെ അത് അതെ. നമുക്ക് മറ്റെന്തിന്റെയും കൂടെ കൊണ്ടുപോകാവുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഉം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഒരുപാട് പാഷൻ ഉണ്ട് നമ്മളിൽ, നമ്മളത് കണ്ടെത്താതെ പോകുന്നതുകൊണ്ടാണ്. ഉം. അപ്പൊ പാഷന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുക. അതുപോലെ നമ്മള് ഈ പറഞ്ഞ ആ, ഇവിടെ നമ്മളിപ്പോ ചോദിക്കും, ഒരുപാട് കടകളില്ലേ, അല്ലെങ്കിൽ ആ ബിസിനസ്സുകാർ ഒരുപാടില്ലേ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് വേറെ ഒരുപാടില്ലേ ഉം. എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഓൺലൈനിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഉം. നമ്മൾ ജെന്യുവൻ ആയിട്ട് ഒരു സാധനം കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ ആളുമുണ്ട്. അതെ. അപ്പൊ ആ ഒരു രീതി ചിന്തിച്ചാൽ മതി. അപ്പുറത്തൊരു കടയുണ്ടെങ്കിൽ അവിടെയും കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മളൊരു കടയിട്ടാൽ നമുക്കും കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാവും. വരും. പല നമുക്കും ആൾക്കാർക്കും ഉണ്ടാവും. അതാണ് അപ്പൊ പേടി. അതല്ലാണ്ട് അവിടുത്തെ കടയിട്ടോണ്ട് ഇനി ഞാനൊരു കടയിട്ടാ ഞാൻ വിജയിക്കില്ല, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഉം. ഉം. കാരണം നമ്മൾ കൊടുക്കണ വേറൊരു സാധനമായിരിക്കണം. ഉം. നമ്മളെപ്പോഴും എന്താ ഒരു ക്രിയേറ്റർ ആവണമെന്ന് പറയുമല്ലോ. നമ്മളൊരു കോമ്പറ്റീറ്റർ അല്ല, ഉം. നമ്മളൊരു ക്രിയേറ്റർ ആണ്. ഉം. അപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾ സെയിൽ എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ഫീൽ ചെയ്ത ഒരു സാധനമാണ്. കാരണം ഞാൻ എപ്പോഴും ഇതുപോലെ അയാളുടെ കയ്യിലിരിക്കുന്ന കാശ് കളയുകയാണല്ലോ ഞാൻ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉം. അപ്പൊ ഉം. അതിന് പകരം തിരിച്ച് അയാൾക്ക് ആവശ്യമുള്ള ഒരു സാധനം ഞാൻ എത്തിക്കുകയാണ്. ആ ഒരു റിവേഴ്സ് തിങ്കിങ് വന്നപ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയില്ലേ. ഉം. അയാളെ ഹെൽപ്പ് ചെയ്യണം. അയാൾ അന്വേഷിച്ച് നടന്ന ഒരു എന്റെ ഒരു കൂട്ടുകാരി അന്വേഷിച്ച് നടന്ന ഒരു സാധനം ഞാൻ അത് വഴി എത്തിച്ചു കൊടുക്കും. ഒരു അതെ. സന്തോഷം എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്ന എല്ലാവരും കംഫർട്ട് സോണിലായിരിക്കണത്. അതെ. അത് എല്ലാവരും ലേഡീസ് പൊതുവെ. ഉം. കാരണം ഉം. അവർക്ക് വേറെ ബർഡൻ ഇല്ല. അവർക്കൊരു ഒരു എന്താ പറയുക, വീട് കൊണ്ട് നടക്കേണ്ട ഒരു ചിലപ്പം ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഉം. 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 അതുകൊണ്ട് അവർ കംഫർട്ട് സോണിലോട്ട് അങ്ങ് കയറും. ഒരുപാട് കഴിവുള്ള ലേഡീസ് ഇരിപ്പുണ്ട്. ഉം. പക്ഷെ അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ്, വിജയിക്കോ എന്നുള്ളൊരു പേടി പേടി. കൊണ്ടായിരിക്കും ഉം. പുറത്തോട്ട് വരാത്തത്. പക്ഷെ അത് അത്യാവശ്യമാണ്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലേ പറ്റൂ. കാരണം അതെ. മലയാളികളാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് സ്ത്രീകൾ പണിയെടുക്കുന്നത് വളരെ കുറവ് കേരളത്തിലാണ്. ഇവിടെ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാല് ഉം. ഉം. ഇവിടെ ഒരുപാട് സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട്. പണിയെടുക്കുന്നതെന്ന് വെച്ചാൽ മറ്റ് ജോലികളല്ല, അല്ലാണ്ട് തന്നെ സാധാരണ ജോലി എടുക്കുന്ന ഒരുപാട് സ്ത്രീകൾ. അതെ അതെ. ഈ ഓഫീസ് വന്ന വർക്ക് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഈ വന്ന കാലത്ത് ഫിനാൻഷ്യലി സെക്യൂർ ആകേണ്ടതിന്റെ ആവശ്യകത എന്താണ് ശരിക്കും? മാമിന് എന്താ തോന്നുന്നത്? വളരെ വളരെ അത്യാവശ്യമാണ്.
വളരെ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആണ് ആക്ച്വലി. ഉം. അല്ലാണ്ട് ഭർത്താവ് പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണ്ട, അത് നെവർ മൈൻഡ് ആണ്. അത് അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഉം. അതൊരു എന്താ പറയുന്നത്, ഞാൻ പണം ഉണ്ടാക്കുന്ന മോശമാണ് എന്നുള്ള ചിന്തയൊക്കെ തെറ്റാണ്. ഉം. ഉം. എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. കാരണം നമുക്ക് വേണ്ടുന്ന ഒരു കാര്യത്തിന് നമുക്ക് എനർജി ഉണ്ട്. ഉം. ആ എനർജി നമ്മൾ എന്തിനാണ് വെറുതെ ഇരുന്ന് കളയുന്നത്? അപ്പൊ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ യൂട്ടിലൈസേഷനിൽ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം കൂടെ ഉണ്ടാകുകയാണ്. അത് അതെ. വളരെ അത്യാവശ്യം തന്നെയാണ്, വളരെ അത്യാവശ്യമാണ്. അതായത് വീട്ടിൽ എന്തോ ഒരു സ്വത്തുണ്ടെങ്കിൽ പോലും, അതെ. വീട്ടിൽ ചിലപ്പോൾ വിട്ടുകൂടാൻ സ്വത്തുണ്ടാവും, പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം. യെസ്. നമ്മൾ വഴി ഒരു ഏണിംഗ് ഉണ്ടാവണം. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ടീമിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് നമ്മുടെ ടീം? ടീം എല്ലാവരും വളരെ എൻകറേജിങ് ആണ്. എല്ലാവരും വിളിക്കും, ഫോളോ അപ്പ് ചെയ്യും. എന്ത് അത്യാവശ്യം വന്നാലും വിളിച്ചാലും എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്. എല്ലാവരും അതൊരു ജെ ടീം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സപ്പോർട്ടാണ്. യാതൊരു സംശയമില്ല കാര്യത്തില്. കാരണം നമ്മളെപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വിളിക്കുമ്പോൾ മാത്രമല്ല, നമ്മളെ ഇങ്ങോട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്ത് എന്തുണ്ട് വിശേഷം, എന്ത് ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റണില്ല. ഒരു നമുക്ക് പ്രഷർ. ഒരു പ്രഷർ വരും, നമുക്ക് എന്തെങ്കിലും ചെയ്ത് റിസൾട്ട് കാണിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ 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 ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയണത്, എല്ലാവർക്കും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും അവർക്ക് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെ ഇത് നേടി? ഇത്ര എങ്ങനെയാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് എന്ന് ആയിരിക്കും പല ആൾക്കാർക്കും അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് ഇതിൽ ഇത്രയും കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് സാറ്. അതിൽ ഏതൊരു ടൂള് അല്ലെങ്കിൽ ഏതൊരു ടിപ്പ് ഏതാണ് ശരിക്കും ട്രാൻസ്ഫോം ചെയ്തത്? അതിന് ഞാൻ ഫേസ്ബുക്ക് ആഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഉം. ഉം. ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. ഉം. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ആളുകൾക്ക് മനസ്സിലായി ഞാനൊരു ടെക്നിക്കൽ പേഴ്സൺ ആയിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു. ഉം. അപ്പൊ മാഡം എന്താണ് സാരി കച്ചവടം തുടങ്ങിയോ എന്നുള്ളതാണ് ആദ്യം എന്നോട് ചോദിച്ചത് ആളുകള്. ആ, ആ. അപ്പൊ ആ രീതിയിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്തു, കാരണം ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി എന്നുള്ളത്. ഉം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഞാൻ ഇങ്ങനെ ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ് കൂടുതൽ നോക്കിയത്. ഉം. 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 കാരണം എനിക്കറിയാവുന്ന ഒരു സർക്കിൾ ഉണ്ട്, എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഇടയിലോട്ടാണ് ഞാൻ ആദ്യം ഇറങ്ങാൻ നോക്കിയത്. ഉം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു നെയ്ബറിങ് ലോക്കൽ ഏരിയ അവിടെയുള്ള ഒരു concept. കാരണം ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വീട്ടിലൊരു കടയില്ലല്ലോ, കട എറണാകുളത്താണ്. ഉം. ഉം. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന് അറിയിക്കണമല്ലോ. ഉം. അപ്പൊ ആ രീതിയിൽ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ആദ്യകാലത്ത് ഭയങ്കര സജീവമായിട്ട് നിന്ന് അങ്ങനെ വന്നു. ഉം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ കണ്ടന്റ് മാർക്കറ്റിംഗിലേക്ക് വന്നത്. കാരണം കൂടുതലും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അപ്പൊ അതിൽ കൂടെ ആളുകൾ അറിഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ സെയില് നടത്തി. അങ്ങനെ ഓഫ്ലൈൻ സെയിലുകളൊക്കെ നടത്തി. അതിന്റെ ആനിവേഴ്സറി സെയിലൊക്കെ നടത്തി. അപ്പൊ ആളുകൾക്ക് നേരിട്ട് വന്ന് കണ്ട്, അതെന്ന് വെച്ചാൽ ആളുകളുടെ അടുത്തേക്ക് എത്തി. കാരണം എല്ലാവരും കടയിലേക്ക് വരാൻ വിളിക്കാതെ ഞാൻ അവരുടെയൊക്കെ ലൊക്കേഷനിലേക്ക് എത്തി. അപ്പൊ അവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ, സാരികളൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ കണ്ട് ബോധ്യപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ഈ രീതിയിലേക്കുള്ള ഒരു സെയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. നമുക്ക് ഈ കടയിലേക്കൊക്കെ കൂടുതൽ ആൾക്കാർ വരാനായിട്ടൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നോ? കടയിലേക്ക് ഞാനിപ്പം തുടങ്ങണതേ ഉള്ളൂ. ശരിക്കും ഞാൻ ഓൺലൈനിലാണ് കൂടുതൽ തുടങ്ങിയിരുന്നത്. അപ്പൊ കടയിലേക്കുള്ള രീതിയിൽ ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. കാരണം കുറച്ചും കൂടെ സ്കെയിലപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഈ കടയിലേക്ക് വരുമ്പം ഒരുപാട് ഐറ്റംസ് അവിടെ ഞാൻ വെക്കണമല്ലോ. അപ്പൊ അതിന്റെ രീതിയിലൊക്കെ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ ഒരു ടൂറിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് അടുത്ത മാസത്തോടു കൂടി, ദിവസത്തോടു കൂടി ഞാൻ കടയിലേക്ക് കൂടുതൽ ഒരു ട്രാഫിക് വരുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. രീതിയിലേക്ക് ഒന്ന് സ്കെയിലപ്പ് ചെയ്യുകയാണ്. വെബ്സൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ആദ്യം തന്നെ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ ഫ്ലെക്സി ഫണലും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇനി ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേക്കിന് എനിക്ക് പുതിയ സ്റ്റോക്കുകളൊക്കെ പുതിയ സ്റ്റോക്കൊക്കെ എത്തും. അപ്പൊ അതുമെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട്
ഒന്ന് ഈ വർഷാവസാനം ഒരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അച്ചീവ് ചെയ്യട്ടെ, അച്ചീവ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇപ്പം ഡയമണ്ട് മെമ്പറാണ്. ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡയമണ്ട് മെമ്പർഷിപ്പ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും വളരെ ഞാൻ എല്ലാവർക്കും പറയുന്നത് തന്നെയാണ്. കാരണം നിങ്ങൾ എത്തിയിട്ട് നിങ്ങൾ ബിസിനസിനെ സ്കെയിലപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ബിസിനസ് തന്നെ നിലനിർത്തിക്കൊണ്ട് സ്കെയിലപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡിജിറ്റൽ അല്ല ഡയമണ്ട് മെമ്പർഷിപ്പ് തന്നെ എടുക്കുക. കാരണം അതിന് കൊടുക്കണ എമൗണ്ട് നമ്മൾ നോക്കണ്ട. കാരണം നമ്മളൊരു ബുക്ക് വാങ്ങിക്കുമ്പോൾ 100 രൂപ കൊടുത്താല് ആ 100 രൂപയുടെ വെർത്തല്ലല്ലോ നമുക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ കൊടുക്കണ കാശല്ല, അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്കുണ്ടാവുന്ന ഗ്രോത്ത് ആലോചിച്ചാൽ മതി. അപ്പൊ ആ രീതിയിൽ അത് വളരെ വർത്താണെന്ന് തന്നെ ഞാൻ പറയൂ. നമ്മൾ യൂട്ടിലൈസ് ചെയ്യില്ല. അതെ അതെ. യൂട്ടിലൈസ് ചെയ്യില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഈ ഓൾറെഡി ഇപ്പോൾ ഒരു ഹീറോ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ബാക്കിലായിരുന്നു. ഇപ്പം ഞാൻ ഹോൾ ഓഫ് ഫെയിം അവാർഡ് വാങ്ങാനാണ് വരുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ഹോൾ ഓഫ് ഫെയിമിൻ്റെ അവാർഡാണ്. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ 1 CR അവാർഡ് വാങ്ങാൻ സാധിക്കട്ടെ, അത് സാറിനൊപ്പം തരാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. എന്തായാലും ഇതിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ് ഇത് കാണുന്ന ഒരുപാട് ലേഡീസിന്, ഒരുപാട് റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇൻസ്പയർ ആകുമെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല ആക്ച്വലി. ഓക്കെ, ഹിപ്നോട്ടിക് ബിസിനസ് ട്രയാങ്കിൾ 3 ഇയർ ഡയമണ്ട് മെമ്പർഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി കാണാം. താങ്ക് യു സോ മച്ച്.